ഹലോ, നമ്മളിന്നിപ്പോൾ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ചേറൂര് മുതുലിക്കുണ്ട് എന്ന സ്ഥലത്താണ്. കുമ്പക്കൽക്കൊടി വെച്ച് വിയറ്റ്നാം മോഡൽ പെപ്പർ ഫാമിംഗ് ചെയ്യുന്ന കർഷകനെ പരിചയപ്പെടാനും പെപ്പർ ഫാമിലേക്ക് വരുന്ന യുവ കർഷകരോട് പ്രചോദനമാവിധം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ചോദിച്ചറിയാം. എല്ലാവർക്കും കൃഷിയും കർഷകനിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മളെ വിയറ്റ്നാം മോഡൽ പെപ്പർ ഫാമിംഗ് ചെയ്യുന്ന ഉണ്ണി മുഹമ്മദ് ക. അതായത് കുമ്പക്കൽക്കൊടി വെച്ചിട്ട് ചെയ്യുന്ന ഞങ്ങൾ തമ്മിലൊരു പരിചയം വെച്ചാൽ 2023 നവംബർ 14 ഞാൻ ഇവിടെ വന്നിട്ട് മൂപ്പരെ ഫീഡ്ബാക്കൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ 100 തൈ കുമ്പക്കൽ ഓർഡർ ചെയ്തത്. നോക്കാം, സ്വാഗതം. നിങ്ങളൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. നമ്മളെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഇതിലധികം ആൾക്കാരും പറയുന്ന വെച്ചാണെങ്കിൽ ഇത്രയും കോസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്ന് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് അത് നമ്മൾ ശരിക്കും നോക്കിയാല് ഇതിപ്പോ നമുക്കിപ്പോ 2 കൊല്ലം 2.5 കൊല്ലമായിട്ടുള്ളൂ. നമുക്കിപ്പോ ഏകദേശം 40 കിലോ ഉണങ്ങിയ കുരുമുളക് സ്റ്റോക്ക് ഉണ്ടല്ലേ. നമുക്ക് ഒരു പോസ്റ്റിൽ ഇപ്പൊ ഏകദേശം ഒരു അവര് വന്ന് 2.5-3 കിലോ കിട്ടണമെന്നാണ്. 2.5-3 കിലോ അല്ലെ ഉണങ്ങിയതല്ലേ. അതായത് ഏകദേശം ഫസ്റ്റത്തെ ഒരു ഹാർവെസ്റ്റിംഗ് ടൈമില് നമുക്ക് എത്രയാണ് ഒരു കാലുമെന്ന് ഫസ്റ്റിൽ അത്ര ഉണ്ടാവില്ല. ഇപ്പൊ ഒന്നായിട്ട് മൊത്തം തിരിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ഇനിയാണ് 3 കൊല്ലം കഴിയുമ്പോഴാണ് ഇതിന്റെ ഫുള്ള് റിസൾട്ട് വരുള്ളൂ അല്ലെ. അതേമാതിരി തന്നെ പോസ്റ്റ് ഇപ്പൊ എത്ര അടിയിലാണ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം എത്ര അടിയാണ്? 10 അടിയാണ്. 10 അടിയാണ്. അത് 1.5 അടി താഴത്തേക്ക് പോയി ബാക്കിയുള്ള അടിയിൽ കോൺക്രീറ്റ് ഒന്നും ഇട്ടിട്ടില്ല. നേരെ ഇറക്കി വെക്കുകയാണ് ചെയ്തത്. ശരി വെക്കുക, ലാഡർ വെക്കുക, എടുക്കുക. അതില് ലോഡ് ചെയ്യില്ല. പിന്നെ ഇതേമാതിരി തന്നെ നമ്മള് വെച്ചപ്പോ വളങ്ങളായിട്ട് എന്താണ് നമ്മൾ കൊടുത്തിട്ട്? നമ്മള് അന്ന് എല്ലുപൊടി, വളപ്പൊടി, വേപ്പിമണ്ണാക്കും കൊടുക്കുന്നത്. പ്രാവശ്യം കുറച്ച് ബൂസ്റ്ററിന്റെ HP അത് മാത്രം കൊടുക്കും. നമ്മൾ വെച്ചാണെങ്കിൽ ഈ ജൈവ രീതിയിലാണോ അതോ നമ്മൾ NPK പോലുള്ള വളങ്ങളാണോ? ജൈവ രീതിയിലാണല്ലേ. കാരണം വെച്ചാണെങ്കിൽ അധികം ആൾക്കാർ ജൈവ വളങ്ങളാണ് NPK കൂടുതൽ ഉണ്ടാവും. പക്ഷെ അത് മണ്ണിലെ സൂക്ഷ്മാണുക്കൾ ശരിക്കും പുഴുക്കളോ അതൊന്നുമില്ലല്ലോ. അധികം ഉണ്ടാവില്ലേ? NPK ഉപയോഗിച്ചാലും ഉണ്ടാവും. എന്താ എല്ലാരും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ വളർച്ച ഉണ്ടാവും, നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവും അല്ലേ. ഇപ്പൊ ഈ ബൂസ്റ്റർ ഉണ്ടല്ലോ ഇതിന്റെ, അതിൽ NPK എല്ലാം ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വരുന്നുണ്ട്. ബൂസ്റ്റർ അല്ലേ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കാം. നമ്മളെ മുന്നിൽ തന്നെ കട ഉണ്ടല്ലേ. SPCന്റെ അല്ലേ. ഞാൻ ഉപയോഗിച്ചത് ഇതേപോലെ SPCന്റെ PH ബൂസ്റ്റർ ആണ്. അപ്പൊ അത് ഇട്ടപ്പോ തന്നെ ആൾക്കാരെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ബാഡ് റിവ്യൂ ആയിരുന്നു. SPC ഉപയോഗിക്കരുത്, മറ്റാണ് രണ്ടും മിക്സ് ചെയ്യണല്ലേ. ഇതിപ്പോ കൊല്ലം നട്ടിട്ടില്ല വളം. കൊല്ലം 2 മാസം മുന്നേ പിന്നെ SPCന്റെ ഇട്ടത്. ഇനിയിപ്പോ വെയിലുണ്ടായാല് കുറച്ച് ഹോമിയോന്റെ ഗുളിക ഉണ്ടല്ലോ അല്ലെ, ഒരു വൈറ്റ് കളറായിട്ട് അതടിച്ചു കൊടുക്കും. ഫുള്ളായിട്ട് അടിക്കണ്ടായി, മരത്തിന്റെ പാതി അടിച്ചാണ്. അതിൽ കാര്യമായിട്ട് അടിക്കുന്ന വെച്ചാൽ ഈ കീടങ്ങളിലുള്ള ഇതിന് വളർച്ച ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ. വളർച്ച തിരിയൊക്കെ അധികം പയ്യമ്മടെ ഒക്കെ നോക്കിയാണ്ട് ഓന്റെ തോട്ടത്തിന്റെ മാതിരി നോക്കിപ്പോ ആൾക്കാരുണ്ട് അവര് നോക്കൂല്ലേ. ഓല് വന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു, കുറെ ചെക്ക് ചെയ്ത് കുറച്ച് ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല. അങ്ങനെ മൊത്തം ഇട്ടു. ഈ വർഷത്തില് എത്ര തവണയാണ് ഇതിന് വളപ്രയോഗം ചെയ്യേണ്ടത്? വളപ്രയോഗം ഒരു നോക്കിയിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യം. ഞാൻ 2 പ്രാവശ്യം ആദ്യം ചെയ്തിരുന്നു. അപ്പൊ അവരെന്നെ വിളിച്ച് ഇതൊക്കെ നോക്കിക്കാണ്ട് പറഞ്ഞു പ്രാവശ്യം വളമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ നമ്മള് സ്പ്രേ അടിച്ചെടുത്താൽ മറ്റേ ഹോമിയോപ്പതിന്റെ മാതിരിയുള്ള മരുന്നുകൾ പറഞ്ഞല്ലോ, അതടിച്ചെടുത്തു. അങ്ങനെ വെച്ചാണ്. അപ്പൊ കുമ്പക്കൽ ടീം അത്രയും സപ്പോർട്ടാണ്. ഒരു ചോദിച്ചാൽ എപ്പോഴും വിവരം പറയല്ലോ. ഫോട്ടോ എടുത്ത് കിട്ടാനേ അത് കേടെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഫോട്ടോ എടുത്ത് അതിനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. ഇതിപ്പോ വെച്ചാണെങ്കിൽ ഇതിപ്പോ അട്ടക്കാല് പിടിക്കാനൊക്കെ കുറെ ആൾക്കാർ സംശയം. ഇത് PVC പൈപ്പിലാണെങ്കിൽ പിടിക്കോ? അതേമാതിരി തന്നെ നമ്മൾ ഈ കോൺക്രീറ്റ് പോസ്റ്റ് ആണല്ലേ. അധികം ആൾക്കാരും പറയുകയാണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് പോസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ ചൂടാവില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ പച്ച തുണി ഗ്രീൻ നെറ്റ് ഇതിപ്പോ നന്നായിട്ട് മുകൾക്ക് ചെടി വന്നു. അതിനുള്ള വെയിൽ പോകണില്ല. അത് ശരിയാണ്. ഇതിപ്പോ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും താഴത്തേക്ക് തന്നെ വരികയാണല്ലേ. ഇതിപ്പോ വെച്ചിട്ട് എത്ര വർഷമായിരുന്നു പറഞ്ഞു? 2.5 വർഷത്തിന്റെ അടുത്താണ്. 2.5 വർഷത്തിനടുത്ത്. ഇതെന്താ ഈ നമ്മൾ സർപ്പന്റൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പുതിയ തൈകൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ. അവിടെ ഇതേമാതിരി ഒരു ഏകദേശം 10 പോസ്റ്റോളം ഇനി തൈ വെക്കാണ്ട്. അപ്പൊ തൈ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വരണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മാസം എന്തായാലും എടുക്കും.
അപ്പൊ നമുക്ക് സർപ്പൻറ്റൈൻ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 തയ്യല് പറഞ്ഞത് 100 തൈയാണ് മിനിമം എടുക്കേണ്ടത്. ഇപ്പൊ എത്ര വില? ഇപ്പോ ഞാൻ എടുത്തപ്പോ 87-50 ഇപ്പൊ 96-50 അങ്ങനെ ഒരു കണക്കാണ്. ഞാനെടുത്തത് 87-50. ഇപ്പൊ കാരണം വെച്ചാൽ യുവ കർഷകർ കുറെ ഇപ്പൊ നമ്മൾ ഈ പെപ്പർ ഫാമിലേക്ക് ഇറങ്ങുന്നുണ്ട്. വയസ്സായ ആൾക്കാർ വരുന്നില്ല, അവർക്ക് പന്നിയൂര് കരിമുണ്ട, അതെ, പെപ്പർ തെക്കൻ, അതൊക്കെയാണ് കൂടുതൽ താല്പര്യം. കുമ്പക്കൽ വെച്ചാൽ നീളം കമ്മിയാണെങ്കിലും അതിന്റെ മണി നല്ല ബോൾട്ട് ആയിട്ടുള്ള മണികളാണ് അതിൽ വരിക. നമ്മൾ ഈ വേനൽക്കാലത്ത് ഇതിന്റെ നാനാ കാര്യങ്ങള് അത് എങ്ങനെയാണ് ആഴ്ചയിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഡ്രിപ്പിംഗ് സംവിധാനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടാങ്ക് വെള്ളം നിറച്ചിട്ടാൽ എല്ലായിടത്തും എത്തും. അല്ല, ഇപ്പൊ നമ്മൾ ഈ ഡ്രിപ്പിംഗ് ഇല്ലാത്ത നമ്മളെ കർഷകർക്കാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ എങ്ങനെയാണ് നനയ്ക്കേണ്ടത്? 2-3 പ്രാവശ്യം നനവാണല്ലേ? സാധാരണ നനക്കുന്നില്ല, അതിനൊന്നും നനച്ചിട്ടാ നമ്മളെ സിസ്റ്റത്തിൽ. അതേമാതിരി തന്നെ നമുക്ക് ഈ ഷെയ്ഡ്, അതായത് എത്ര ശതമാനം ഷെയ്ഡാണ് ഇപ്പോൾ കുരുമുളക് വേണം? ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിന് പറ്റില്ല എന്നാണ് എല്ലാവരും പറയല്. ഒരു 60% 60%. ഞാൻ അതൊക്കെ വെട്ടി ഒഴിവാക്കി. ഈ ഇതില്ലേ റംബൂട്ടാനൊക്കെ വെട്ടി അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ടല്ലേ? നമ്മള് വെയില്, അതായത് വെയിൽ അടിക്കാത്ത ഭാഗങ്ങളിൽ പോലും നമുക്ക് തിരിയിടുണ്ടോ? തിരിയുണ്ടല്ലേ? പക്ഷെ മറ്റേ വളർച്ച കാണില്ല. അതിന്റെ തിരിപിടുത്തം കമ്മിയാണോ അതോ? കമ്മിയാണല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ വേനൽക്ക് മഴ പോയാലും തിരി കാണാൻ വേണ്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്യും മെഷീനിൽ. മുകളിൽ സ്പ്രേ ചെയ്യും. അപ്പൊ പിന്നെയും തിരി, ഒരാഴ്ച കൊണ്ട് പിന്നെയും തിരിയിടും. അതത് എപ്പോഴും ഉണ്ടാവും പറഞ്ഞത്. അവര് ആർട്ടിഫിഷ്യൽ നാച്ചുറല ക്രിയേറ്റ് ചെയ്യാന്നുള്ള അവസ്ഥ അല്ലേ? അല്ല, നമ്മള് പിന്നെ പണ്ട് മുതലേ പണിക്കാരെ കേരി പോയതാണ്. കയറിച്ച് കെട്ടി പൊട്ടിക്കും. അതുപോലെ രണ്ടാമത്തെ ഉണ്ടാക്കണേ ആവശ്യമുണ്ട്. ആ പൈപ്പുകളൊക്കെ ഓരോ കാര്യങ്ങൾ അത് പോയി ഇവിടെ അമർന്നിട്ട് പോയതാണ്. വേറെ ഉണ്ടാക്കണം. അത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. അല്ല, ഇവന്ന് തിരി പൊട്ടുന്നുണ്ട്. കുറച്ച് വെള്ളം കിട്ടിയാൽ 30 ഇങ്ങനെ പോയിക്കോളും. പിന്നെ ഞാൻ എല്ലാ മരത്തിനും ഇതിട്ടു. റംബുട്ടാന്റെ മരത്തിമില്ലേ കയറ്റി വെച്ചു. പക്ഷെ രണ്ടിന്നും ഈ ആർട്ടിഫിഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടും ലൈഫ് സ്റ്റാൻഡേർഡിൽ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇതിലേ വരുന്നത്. ഇതിലെ റിസൾട്ട് അധികം വരും അല്ലേ? കാരണം നമ്മളിപ്പോ നനച്ചില്ലെങ്കിലും ഇത് അട്ടക്കാലുണ്ടല്ലോ, അത് പിടിച്ച് കണ്ടില്ല. അട്ടക്കാല് പിടിച്ചാല് ഇതിന്റെ നീരുണ്ടല്ലോ, നീര് വലിക്കൂലേ? അത് കുറെ ആൾക്കാരോട് പറഞ്ഞു ഈ PVC പൈപ്പ് നീര് വലിക്കൂല, ഇതിന്ന് നീര് വലിക്കുന്നുണ്ട്. അതെ അതെ, ഇതുമ്മയും നല്ല രീതിക്ക് തന്നെ വെച്ചിരിക്കുന്നു. നമ്മൾ ഈ വേനൽക്കാലത്ത് മൾച്ചിങ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. മൾച്ചിങ് നമ്മളെ ഈ പൊതയിടല് പൊത വേണം ശരിക്കും. പൊത ഇടണല്ലേ? അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ ബുദ്ധിമുട്ടാവല്ലേ? ഇതേമാതിരി നമുക്ക് പിന്നെ ഈ മരങ്ങളുള്ളതുകൊണ്ടേ അടിച്ചു നേരെ കയറ്റിട്ടായി പുറത്തുനിന്ന് വേറെ. പിന്നെ ഞാനവിടെ നമ്മൾ ഈ ഇറക്കി പതിക്കല് അറിയില്ലേ? പണ്ട് ഈ നമ്മളെ പന്നിയൂർ മണ്ണൊക്കെ ഇറക്കി പതിക്കല് എന്ന് അറിയില്ലേ? അതേമാതിരി തന്നെ ഞാൻ കുറച്ച് ഒരു അടി വെട്ടിട്ടാണ് ഞാൻ പോസ്റ്റിൽ നട്ടത്. അപ്പോൾ ഞാൻ കുമ്പക്കല്ലിങ്ങനെ അയച്ചപ്പോൾ ഞാനൊരു കോല് വെച്ചിട്ട് ആയിക്കൂടെ കയറ്റി വിടാന്ന് കരുതിയത്. അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ, റൗണ്ടായിട്ട് കയറ്റി വിട്ടു. അപ്പോൾ ഓരോ കണ്ണിൽ പൊട്ടിയിട്ട് കയറുന്നു പറഞ്ഞു. അങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് അത് കയറ്റിയായിരുന്നത്. ഡയറക്റ്റ് അങ്ങനെ തന്നെ കയറ്റിയത്? ഡയറക്റ്റ് കയറ്റിയില്ലേ? ഈ ഭാഗത്തുനിന്നല്ലേ? ഈ ഭാഗത്തുനിന്ന് വെച്ച് എന്നിട്ട് നമ്മള് തല മുറിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്തോ? കണ്ണി പൊട്ടാൻ വേണ്ടിട്ട് ഡയറക്റ്റ് കയറ്റി വിട്ടു അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പെർഫോമൻസ്? ഡയറക്റ്റ് കയറ്റി വിട്ടപ്പോൾ സൈഡിൽ നിന്ന് കണ്ണി പൊട്ടിയാണ്. കണ്ണി അല്ലെങ്കിലും ഇതൊക്കെ കണ്ണി പൊട്ടിയതല്ലേ? ഇതൊക്കെ കണ്ണി പൊട്ടിയതല്ല. ഈ ഭാഗങ്ങളൊക്കെ അല്ലേ? ഈ മരങ്ങളൊക്കെ അതൊക്കെ കണ്ണി പൊട്ടിയത്. ഇതൊക്കെ ഈ ഇനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പല നമ്മൾ ഈ പന്നിയൂർ മണ്ണായാലും കരിമുണ്ട, അതേമാതിരി തന്നെ പെപ്പർ ഇതൊക്കെ ഉണ്ടല്ലോ, അത് വേനൽക്കാലത്ത് മുകളിൽ കൂടെ നനച്ചുകൊടുത്ത തിരിയിടും. മറ്റേ വർഷകാലത്ത് തിരിയിടല്ലേ? അതേമാതിരി തന്നെ തിരിയിടും. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് ആണ്. നമ്മളിപ്പോ 150 കോസ്റ്റ് തന്നെ ഉണ്ട്. 180 അല്ലേ? അത് ഇതിന് മരങ്ങളെ 10 തന്നെ വേറെ ഉണ്ട്. ജാതിക്കൊക്കെ ഉണ്ടല്ലേ? ഇതിപ്പോ എത്ര സെന്റാണ് വരുന്നത്? ഇത് 20 സെന്റിന്റെ 20 സെന്റില്ലേ? 20 സെന്റില് പോസ്റ്റ് 150 പോസ്റ്റോളം ഉണ്ടല്ലേ? എത്ര അടി ഗ്യാപ്പ്? 6 അടി. 6 അടി ഗ്യാപ്പിലല്ലേ? ഒരു 7-8 എന്നൊക്കെ പറയാം.
അല്ല ഹൈറ്റ് കൂടുന്തോറും നമുക്ക് ഗ്യാപ്പ് കൂട്ടേണ്ട അങ്ങനെ ഇത് നടന്നു പോകാനുള്ള ഇത് സൗകര്യം ഒരു സൗകര്യം അല്ലേ? പക്ഷെ ഇത് തമ്മിൽ ടച്ച് ആവണില്ലല്ലോ. ടച്ച് ആവണില്ല. അല്ല ഞാൻ സാധാരണ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് അടിക്ക് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ച് ഒരു 7-8 അടി ഗ്യാപ്പ് കിട്ടണം എന്നൊക്കെ. നമുക്ക് ഈ യുവ കർഷകർ, അതായത് ഈ വിയറ്റ്നാം മോഡൽ പെപ്പർ ഫാമിലേക്ക് ഒരു യുവ കർഷകരോട് എന്തെങ്കിലും അഡ്വൈസ്, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ? പറയാനുണ്ടെങ്കിൽ പരിശ്രമിക്കണം, പിന്നെ ഇത് വേണം, ഇൻട്രസ്റ്റ് വേണമല്ലേ? അതാണ് മെയിന്. ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ്ടാവും. അല്ലാതെ നമുക്ക് ഇത് ഇട്ടിട്ട് ഇതിപ്പോ അവര് കുരുമുളക് 40-45 കിലോ ആകുമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അത് അവര് വിൽക്കണ്ടെന്നാ പറഞ്ഞു. സ്റ്റോക്ക് ചെയ്യാം. റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് അല്ല, അവരൊന്നെടുക്കും. കുമ്പക്കൽ ടീം ഒന്ന് എടുക്കുമോ? വെളിച്ചെടിയൊക്കെ കൊണ്ടുവരുമ്പോ സാധനം ഉണ്ടെങ്കിൽ വരും. അപ്പൊ കിലോമിൽ 100 രൂപ അധികം തരും. 650 രൂപ ആണെങ്കിൽ മാർക്കറ്റ് വില ആണെങ്കിൽ 750 തരും. ശരിക്കും 750 മാർക്കറ്റിൽ ഉണ്ട് ശരിക്കും അല്ല, അവർക്ക് അതിന് ഒന്നായിട്ട് എക്സ്പോർട്ട് ചെയ്യാനല്ല, പൊടിക്കാതെ എക്സ്പോർട്ട് ചെയ്യാൻ. നല്ല കുരുമുളകല്ലേ. അപ്പൊ അവരെ ഒന്ന് എടുക്കുന്ന പറയുന്നത് വേറെ എക്സ്ട്രാ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒന്നും ഓല് ഇവിടെ ചെടികളൊക്കെ കൊടുക്കാം, ലോഡും കൊടുക്കണില്ലേ? ആ ടൈമിൽ ഒന്ന് എടുക്കും. സ്റ്റോക്ക് ചെയ്താലും കേടുവരുന്നില്ല. ഓക്കെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യുവ കർഷകരോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എത്ര കൂടി 500-1000 കാലൊക്കെ വെച്ച് ഉണ്ടാക്കണില്ലേ? ഉണ്ട്, ഇഷ്ടംമാരി ഉണ്ടാക്കുന്നില്ല. കാരണം ഇതിന് ഈ കുരുമുളകിന് എന്നും മാർക്കറ്റാണ്. നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് കർഷകർക്ക് കിട്ടുന്ന ഒരു വില എന്തായാലും നമുക്ക് അതിന് കിട്ടും. ഇപ്പൊ പല കർഷകരും ഇപ്പൊ സീസണൽ കൃഷിയായ വാഴ അതൊക്കെ ചെയ്യുമ്പോൾ വെച്ചാണെങ്കിൽ കൃഷിനാശം വന്ന് പോവാനും അതേമാതിരി നമുക്ക് മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു സാധ്യത കുറവാണ്. അടിയിൽ വെള്ളം നിൽക്കരുത് അല്ലേ? അടിയിൽ വെള്ളം നിൽക്കരുത്, ചീഞ്ഞു പോകുന്ന വേര് ചീഞ്ഞു പോകുമല്ലേ? പിന്നെ തിപ്പല്ലിയിലുണ്ട്, വെള്ളത്തിൽ അവര് പറഞ്ഞല്ലോ ഉണ്ടായിക്കോളും. പക്ഷെ അതിന് എമൗണ്ട് കുറച്ച് കൂടുമല്ലേ? ഇതിനനുസരിച്ചിട്ട് എമൗണ്ട് കൂടും. ഇവിടെ കുറ്റിക്കുരുമുളക് എന്തെങ്കിലും ചെയ്തിരിക്കണോ നമ്മളെ വീട്ടിലോ? അങ്ങനെയൊന്നും ഇല്ല അല്ലേ? കേറുതല മാത്രം സെറ്റ് ആവണല്ലേ? രാവിലെ ഒന്ന് നീച്ചിട്ട് ഇതിന്റെ 2 റൗണ്ട് നടന്ന ഒരു ഇതാണ്. ഓക്സിജനൊക്കെ കിട്ടി. അതെ. അപ്പൊ എല്ലാരും ഈ മേഖലയിലേക്ക് വരാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാണെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. ഹാർഡ് വർക്കിംഗ് ഇതിന് മെയിനാണ്. പല ചെടികൾ നശിച്ചു പോവാം, അതിലൊന്നും തളരാതെ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ചെറിയ മഞ്ഞ ഇല്ല, ദുർവാട്ടം എന്ന് പറഞ്ഞ അസുഖമാണ് ഉണ്ടാവില്ല. പക്ഷെ ഇതിലില്ല. അവര് പറയണ്ടല്ലോ ഓരോന്നും ദുർവാട്ടം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അത് കൂടുതൽ വേരുന്നാണ് വരാൻ സാധ്യത. കുഴപ്പമില്ല, പരിശ്രമിച്ചെല്ലാം ഉണ്ടാവും. ആകാശത്തിന്. അതെ. ഓക്കെ, നന്ദി കേട്ടോ നമ്മളെ ഇതിനോട് സഹകരിച്ചതിന്. വീഡിയോ ശരി. ഓക്കെ. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഈ വീഡിയോയിൽ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പെപ്പർ ഫാമിലേക്ക് വരാൻ ആഗ്രഹം കാണിക്കുന്ന ആൾക്കാർ ഒരു മടിയും കൂടാതെ തന്നെ വരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. എന്നും ഒരു കുരുമുളകിന് റേറ്റ് വേൾഡ് വൈഡ് കുരുമുളക് ആവശ്യക്കാർ കുറയൂല, കൂടുകയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔഷധ ഗുണങ്ങളും ഏറെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. കൃഷിയുമായി റിലേറ്റ് ചെയ്ത വീഡിയോസ് ഇനിയും വരും. എല്ലാവരും കാത്തിരിക്കുക.